ഹായ്, ഹലോ, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ജനകീയ വാർത്താ മണിക്കൂറിലേക്ക്. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ അടങ്ങുന്ന മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ചൂണ്ടിക്കാട്ടാൻ, അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ മണിക്കൂറാണ് നിങ്ങൾക്കറിയുന്നത് പോലെ പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പരിപാടി. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകും എന്ന ഉറപ്പാണ് ഈ പരിപാടിയിലൂടെ ഞങ്ങൾ പ്രേക്ഷകർക്ക് നൽകുന്നത്. നമുക്ക് തുടങ്ങാം പൊതുജനം കഴുതയല്ല സർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകരുടെ പങ്കാളിത്തത്തോടു കൂടി മാത്രമേ പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പരിപാടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. നിങ്ങൾക്ക് ഈ പരിപാടിയിൽ നേരിട്ട് വിളിച്ച് നിങ്ങൾ കാണുന്ന, നിങ്ങൾ അറിഞ്ഞിട്ടുള്ള, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ജനകീയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി പങ്കുവെക്കാവുന്നതാണ്. നിങ്ങൾക്കുള്ള ആശങ്കകൾ, പരാതികൾ അതൊക്കെ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ എത്തിക്കും. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ പ്രേക്ഷകർക്ക് വിളിക്കാം. നമ്പർ ഇതാ: 048428305110 048428305010. പ്രേക്ഷകർക്ക് വാർത്തകളും ദൃശ്യങ്ങളും വാട്സാപ്പ് വഴിയും ഞങ്ങളുമായി പങ്കുവെക്കാം. അതിന് വാട്സാപ്പ് നമ്പർ ഇതാണ്: 6235968937 6235968937 6235968937. പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പരിപാടി നമ്മളിന്ന് തുടങ്ങുന്നത് പത്തനംതിട്ട കലഞ്ഞൂരിൽ നിന്നുള്ള ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. അതുരുങ്കലിൽ ഏതാണ്ട് 1.5 മാസമായി കിണറ്റിലകപ്പെട്ട ഒരു കാട്ടുപന്നി, ആ കാട്ടുപന്നിയെക്കുറിച്ചുള്ള വാർത്ത 24 നേരത്തെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നതാണ്. ആ വാർത്തയിൽ ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. വനം വകുപ്പ് അവിടെ എത്തിയിട്ടുണ്ട്. വനംവകുപ്പ് എത്തി കയറ്റി വിട്ടിട്ടുണ്ട് ആ പന്നിയെ എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കാട്ടുപന്നിയെ കയറ്റി വിട്ടിരിക്കുന്നു. കഴിഞ്ഞ മാസം 21-നാണ് അതിരുകളിലെ സ്വകാര്യ വ്യക്തിയുടെ പൊട്ടക്കിണറ്റിൽ കാട്ടുപന്നി അകപ്പെട്ടത്. ജീവനുള്ളത് കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന നിലപാടിലായിരുന്നു ഇതുവരെ വനം വകുപ്പ് ഉണ്ടായിരുന്നത്. വെടിവെച്ചു കൊല്ലാൻ ഷൂട്ടർമാർ ഇല്ല എന്ന് പറഞ്ഞ് കലഞ്ഞൂർ പഞ്ചായത്തും കൈയൊഴിയുകയായിരുന്നു. അങ്ങനെ നാട്ടുകാരുടെ വലിയ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു. ആ വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വനം വകുപ്പ് എത്തി ഇപ്പോൾ കാട്ടുപന്നിയെ കിണറ്റിൽ നിന്ന് കയറ്റി വിട്ടു എന്നതാണ് പുതുതായി നമുക്ക് കിട്ടുന്ന വിവരം. ആ റിപ്പോർട്ട് കണ്ടുകൊണ്ട് തുടങ്ങാം പരിപാടി. കലഞ്ഞൂർ അതിരങ്കലിൽ 1.5 മാസമായി ഒരു പൊട്ടക്കിണറ്റിൽ ഒരു പന്നി പെട്ടുകിടക്കാൻ തുടങ്ങിയിട്ട് നാട്ടുകാർ നിരവധി തവണ വനം വകുപ്പിനെയും പഞ്ചായത്ത് അധികാരികളെയും വിവരമറിയിച്ചു. നടപടിയൊന്നും ഉണ്ടായില്ല. ഒടുവിലാണ് 24-ലൂടെ വാർത്ത പുറം ലോകത്തെത്തിയത്. കഴിഞ്ഞ മാസം 21-നാണ് സ്വകാര്യ വ്യക്തിയുടെ പൊട്ടക്കിണറ്റിൽ കാട്ടുപന്നി അകപ്പെടുന്നത്. നാട്ടുകാർ ആദ്യം പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചു, പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും. പന്നിക്ക് ജീവനുള്ളതിനാൽ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന വനം വകുപ്പ് നിലപാടെടുത്തു. വെടിവെച്ചു കൊല്ലാൻ ഷൂട്ടർമാരില്ലെന്ന് പറഞ്ഞ ഗ്രാമപഞ്ചായത്ത് അധികൃതരും കൈകഴുകി. നോക്കുന്നുണ്ടോ? തിന്നോ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അറിയിച്ചതാണ്. പഞ്ചായത്ത് പറഞ്ഞ ഷൂട്ടർമാരില്ല എന്നാണ് പറയുന്നത്. അന്ന് തൊട്ട് ഞങ്ങൾ ആഹാരം കൊടുക്കുന്നുണ്ട്. അതിന് ഒരു ശാരീരിക പ്രശ്നങ്ങളൊന്നും അതിനില്ല. പുലിയെ പോലും രക്ഷിച്ച് കൊണ്ടുപോകുന്ന നമ്മുടെ ഈ നാട്ടിലെ ഇങ്ങനൊരു ജീവിയെ രക്ഷപ്പെടുത്തി വിടാവുന്നതല്ല ഉള്ളൂ. പ്രദേശത്തെ വീട്ടമ്മയായ ബിന്ദുവാണ് കിണറ്റിലേക്ക് രാവിലെയും രാത്രിയുമൊക്കെ ഭക്ഷണം ഇട്ടുകൊടുത്ത് പന്നിയുടെ ജീവൻ നിലനിർത്തിയത്. വാർത്തയായതോടെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വനംവകുപ്പ് സ്ട്രൈക്കിംഗ് ഫോഴ്സ് അംഗങ്ങൾ അതിരുങ്കലിൽ പാഞ്ഞെത്തി. പിന്നെ രക്ഷാദൗത്യം. പന്നിയെ പുറത്തെടുത്ത് താഴെ താമസമില്ലാത്ത മേഖലയിലേക്കാണ് തുറന്നു വിട്ടത്. വളരെ നന്ദിയുണ്ട്. 24 ന്യൂസിൻ്റെ വാർത്തയെ തുടർന്നാണ് ഇത്രയും നടപടികൾ ഉണ്ടായത്. 1.5 മാസമായിട്ട് ആരും തിരിഞ്ഞു നോക്കായിരുന്നില്ല. പന്നി എൻ്റെ ജീവൻ തിരിച്ചു കിട്ടി അതിന് രക്ഷപ്പെട്ട് പോകാൻ പറ്റിയതിൽ വളരെ നന്ദിയുണ്ട്. 24-നെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പ്രദേശത്ത് പന്നിശല്യം രൂക്ഷമാണെന്നും കൃഷി ചെയ്യാനാകുന്നില്ലെന്നുമാണ് നാട്ടുകാരുടെ പരാതി. പഞ്ചായത്തിൽ അടിയന്തരമായി ഷൂട്ടറെ ഏർപ്പെടുത്തണമെന്നും ആവശ്യമുണ്ട്. എന്തായാലും പന്നിയെ ഇപ്പോൾ മാറ്റി മറ്റൊരു ആൾ താമസമല്ലാത്തൊരു മേഖലയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനി ഇങ്ങനെ നാട്ടിലിറങ്ങാതിരിക്കട്ടെ എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനുവേണ്ട നടപടിയും ഫെൻസിംഗ് അടക്കമുള്ള നടപടിയും വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. സഞ്ജയ് ഇക്ബാലിനും അഭിലാഷ് കൈതോണിനൊപ്പം ശ്രീ ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ.
അപ്പോൾ ഈ നമ്മളിപ്പോൾ കണ്ട വീട്ടമ്മയായ ബിന്ദുവാണ് ഈ കിണറ്റിൽ അകപ്പെട്ടു പോയത്. ഏതാണ്ട് 1.5 മാസത്തോളം കിണറ്റിൽ കിടക്കുന്ന കാട്ടുപന്നിക്ക് ആഹാരം കൊടുത്തത്. പക്ഷേ നാട്ടുകാർക്ക് ഇപ്പോഴും പരാതി മാറിയിട്ടില്ല. കാരണം അവരുടെ കൃഷിയിടങ്ങളിൽ കാട്ടുപന്നികളുടെ ആക്രമണം വിള നശിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ അവർക്ക് ജീവന് ഭീഷണിയുണ്ട് എന്നൊക്കെയുള്ള ആശങ്കയിൽ തന്നെയാണ് ആ നാട്ടുകാർ കഴിയുന്നത്. വനം വകുപ്പൊന്നും ആ സമയത്ത് തുടക്കത്തിൽ ആരും തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. വെടിവെക്കാനുള്ള തോക്കുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അതിനുശേഷം പിന്നീട് പഞ്ചായത്തും അത് കൈയൊഴിഞ്ഞു. അങ്ങനെ പക്ഷേ ബിന്ദു ഒരു കരുണ കാണിച്ചു ആ മൃഗത്തോട്, ആ കാട്ടുപന്നിക്ക് ആഹാരം കൊടുത്തു. പുലിയെ പോലും രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന നാടല്ലേ നമ്മുടേത്, അപ്പോൾ പിന്നെ ഈ ജീവിയെ എന്തിനു കൊല്ലണം എന്നാണ് ബിന്ദു അതിന് പറഞ്ഞ ന്യായം. വല്ലാത്തൊരു ദുരവസ്ഥയാണ് യഥാർത്ഥത്തിൽ. കാരണം 1.5 മാസം കിണറ്റിൽ അകപ്പെട്ടിരിക്കുന്ന കാട്ടുപന്നിയെ കരക്ക് കയറ്റാൻ ഒരു മാധ്യമം നിരന്തരം ഇങ്ങനെ ഇടപെടേണ്ടി വന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് അപ്പോൾ നാട്ടുകാർ പറയുന്ന പരാതിയിൽ കഴമ്പില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വാർത്തയായതുകൊണ്ട് മാത്രമാണ് ഇതിന് പിന്നാലെ വനംവകുപ്പിന്റെ ഒരു ഇടപെടൽ ഉണ്ടായതെന്നുള്ളത് നമുക്കറിയാം, അവർക്കും അറിയാം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ, അതായത് നാട്ടുകാരെ സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അവർ ആ ഭീഷണിയിൽ തന്നെയാണ് കഴിയുന്നത്. കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം അവിടെ ഉണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അവർക്കൊരു സംരക്ഷണം ഒരുക്കാൻ ആരുമില്ല എന്നുള്ള ഒരു പരാതിയും അവർക്കുണ്ട്. നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത് എന്നുകൂടി കേൾക്കാം. 2 മാസം അതിനകത്ത് വീണിട്ട് പിന്നെ എല്ലാവരും ആഹാരം കൊടുക്കുന്നുണ്ട്. പിന്നെ ആരും അതിനെക്കുറിച്ചൊന്നും ഗവനിപ്പുമായില്ല. പഞ്ചായത്തുകാർ പറയുന്നത് നമ്മുടെ ഈ നാട്ടിൽ പന്നി ഇല്ലെന്നാണ് പറയുന്നത്. കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ, വെടിവെക്കാൻ ആളില്ല. പഞ്ചായത്തിയൊക്കെ ഇവർ അറിയിച്ച, ഫോറസ്റ്റുകാരെ അറിയിച്ച, അന്ന് തന്നെ അറിയിച്ച, വീണിൻ്റെ അന്ന് തന്നെ അറിയിച്ച, പിന്നെ കളക്ടറിൻ്റെ എല്ലാം അറിയിച്ച. പക്ഷെ ആരും ഇതുവരെ ഒന്നും നോക്കിയിട്ടില്ല. ഇത് സമീപ പ്രദേശത്തൊക്കെ വളരെയധികം ഭീതി പകർത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങളുടെ ഈ നാട്ടിലുള്ളത്. ഇതിനിടയ്ക്കാണ് ഇപ്പോൾ 2 പുലിയെ, ഇതിനോട് 1 കിലോമീറ്ററിന് അടുത്തു നിന്നാണ് 2 പുലിയെ കൂട് വെച്ച് ഫോറസ്റ്റുകാർ പിടിച്ചുകൊണ്ട് പോയത്. 1.5 മാസത്തിൽ കൂടുതലായി ഇത് ഇതിനകത്ത് കിടക്കാൻ തുടങ്ങിയിട്ട്. അവർ ആ തീറ്റയോ കൊടുക്കുന്നത് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളിത് അറിയുന്നത്. ഇതൊക്കെയാണ് ആ സമീപ പ്രദേശത്തുള്ള നാട്ടുകാർക്ക് പറയാനുള്ളത്. എബ്രഹാം തോമസ് കുറിക്കുന്നു, ആ സ്ത്രീക്ക് വനം വകുപ്പിൽ ഒരു ജോലി കൊടുക്കണം എന്നുള്ളതാണ്. വനം വകുപ്പ് വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്നതാണ് ആ നാട്ടുകാരുടെ പരാതി. എബ്രഹാം തോമസിന്റെ ഒരു വിചിത്രമായ ഒരു നിർദ്ദേശമാണ് ആ സ്ത്രീക്ക് വനം വകുപ്പിൽ ജോലി കൊടുക്കണം എന്നുള്ളത്. ഏതായാലും ആ നാട്ടിലെ ആളുകളെ സംബന്ധിച്ച് പന്നിയുടെ ആക്രമണം അല്ലെങ്കിൽ പന്നി ഉണ്ടാക്കുന്ന ശല്യം ചെറുതല്ല. അവർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. പിന്നെ വാർത്തയാകുന്നു, വലിയ വാർത്തയാവുകയും വിമർശനങ്ങളൊക്കെ വരുമെന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ രക്ഷാദൗത്യവുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയത് എന്ന് നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. വയനാടിനെ സംബന്ധിച്ച് വയനാട് ദിനംപ്രതി പലയിടങ്ങളിലും, വയനാടിന്റെ മിക്ക ഭാഗങ്ങളിലും വന്യജീവി ആക്രമണത്തിന്റെ വാർത്തകൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ഇന്നത്തെ ദിവസവുമുണ്ട് അതേ സ്വഭാവത്തിലുള്ള ഒരു വാർത്ത. മൂപ്പനാട് കാടശ്ശേരിയിൽ പുലി ഇറങ്ങി ഒരു ആടിനെ കൊന്നു. ആടിന്റെ ജഡവുമായി നാട്ടുകാർ മേപ്പാടി റേഞ്ച് ഓഫീസിൽ പ്രതിഷേധം അറിയിക്കാൻ എത്തിയിട്ടുണ്ട്. പ്രദേശത്ത് കൂട് സ്ഥാപിക്കാൻ ഈ പ്രതിഷേധത്തെ തുടർന്ന് വനം വകുപ്പ് നീക്കം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിൽ കഴിയുന്ന ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ തീരാ ദുരിതവും അവരുടെ ഉൾഭീതിയും ഒക്കെയായി ഈ വന്യജീവി ആക്രമണം മാറുകയാണ്. ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ആ നിലയിൽ വനം വകുപ്പിന്റെ ഇടപെടൽ കുറെ കൂടി ഊർജ്ജസ്വലമായി ഉണ്ടാക്കണം എന്നാണെങ്കിൽ അങ്ങനെ. ഏതായാലും നാട്ടുകാർക്ക് സ്വൈര്യമായി ജീവിക്കാനും വീട്ടിൽ കിടന്നുറങ്ങാനും കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാക്കണം എന്ന കാര്യത്തിൽ നമുക്ക് 2 അഭിപ്രായമില്ല. റിപ്പോർട്ട് കാണാം. മൂപ്പൈനാട് പഞ്ചായത്തിലെ കാടാശ്ശേരിയിലാണ് പുലിശല്യം രൂക്ഷമായിരിക്കുന്നത്. പുലി ഒരു ആടിനെ കൊന്നതോടുകൂടി ആശങ്കയിലാണ് പ്രദേശവാസികൾ. പുലി കൊന്നത് പാറയ്ക്കൽ ജാഫറിന്റെ ആടിനെ. സംഭവം ഇന്ന് പുലർച്ചെ. 3 മാസം ഗർഭിണിയായിരുന്നു ആട്. ആടിന്റെ ജഡവുമായി നാട്ടുകാർ നേരെ മേപ്പാടി റേഞ്ച് ഓഫീസിലേക്ക്. ഭാര്യ സൗണ്ട് കേട്ടിട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ എണീച്ച് നോക്കിയപ്പോഴത്തേന് ആടിനെ വലിച്ചു പോയി. അപ്പോൾ ഞാൻ അടുത്തുള്ള ആളെ വിളിച്ച് പിന്നെ ഇങ്ങനെ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ പുലി തൂക്കിയിട്ട് പോയതാ, പാടും ഇതെല്ലാം. ഇതിനിടെ പുലിയെ പലയിടങ്ങളിലായി കണ്ടുവെന്ന് നാട്ടുകാർ. തോട്ടം മേഖലയാണ്. ആശങ്കയും ഏറുകയാണ്. സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനൊരു പ്രതിവിധി ഇല്ലാതെ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ടൊക്കെ ലേറ്റായിട്ടാണ് ഇപ്പോൾ എക്സ്ട്രാ ക്ലാസ്സുകളൊക്കെ ഉള്ളത് കൊണ്ട് അത് അപ്പോഴൊക്കെ ഭയങ്കര ശല്യമാണ്. ഒറ്റയ്ക്ക് വരാൻ പേടിയാണ്. മേപ്പാടി റേഞ്ച് ഓഫീസർ ഹരിലാലുമായി നാട്ടുകാർ ചർച്ച നടത്തി. 2 ദിവസത്തിനകം പ്രദേശത്ത് കൂട് സ്ഥാപിക്കും. ക്യാമറ ട്രാപ്പുകൾ ഒരുക്കും. വനം വകുപ്പ് സദാസമയം റോന്തു ചുറ്റും. പുലിയെ കണ്ട പ്രദേശത്ത് വനം വകുപ്പ് കൂട് വയ്ക്കും. രാത്രിയിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ റോന്തു ചുറ്റൽ തുടരും. ഇതോടെ സമരം അവസാനിച്ചു. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ.
വയനാട്ടിലെ ഈ സാഹചര്യം മിക്കയിടങ്ങളിലും ഉണ്ട്. നാട്ടുകാർ പ്രതിഷേധിക്കുമ്പോഴാണ് നടപടികൾ ഉണ്ടാകുന്നത്. ഏതായാലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ മേപ്പാടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ ഉണ്ടായിട്ടുള്ള പ്രതിഷേധം അവസാനിപ്പിക്കാൻ കാരണം വനം വകുപ്പ് കൊടുത്തിട്ടുള്ള 2 ഉറപ്പുകളാണ്. ഒന്ന്, അവിടെ കൂട് സ്ഥാപിക്കുമെന്നുള്ളത്, പിന്നെ അവരുടെ ഒരു കാവൽ നിരന്തരം രാത്രികാലങ്ങളിലൊക്കെ അവിടെ ഒരു കാവലുണ്ടാകും എന്നുള്ള ഉറപ്പും. ഈ 2 ഉറപ്പിലാണ് നാട്ടുകാർ ഇപ്പോൾ ആ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നത്. പുഷ്പരാജു യൂട്യൂബിൽ കുറിച്ചിരിക്കുന്നു, ആ ചേച്ചിക്ക് 1000 നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പുഷ്പരാജു പറഞ്ഞത് നേരത്തെ കാട്ടുപന്നിക്ക് ഭക്ഷണം നൽകിയ ബിന്ദു എന്ന വീട്ടമ്മയെ കുറിച്ചാണ്. ജോസ്ബിൻ ജോസഫ് പറയുന്നു, വനം വകുപ്പ് കൊണ്ട് നാടിനൊരു ഗുണവും ഇല്ലല്ലോ, ഇവരുടെ ശമ്പളം ആണ് ലക്ഷങ്ങൾ, ഇത് പിടിച്ചെടുത്ത് വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന പാവങ്ങൾക്ക് കൊടുക്കുക എന്നാണ് ജോസ്ബിൻ ജോസഫ് ക്ഷോഭത്തോടെ എഴുതിയിരിക്കുന്നത്. എബ്രഹാം തോമസ് വീണ്ടും എഴുതുന്നു, വയനാടിന്റെ പേര് മാറ്റി വന്യജീവികളുടെ നാട് എന്നാക്കണം എന്നതാണ്. ഇതൊക്കെ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ വയനാട്ടിലും അതുപോലെ തന്നെ ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലുമൊക്കെ ഈ പ്രശ്നം നാൾക്കുനാൾ കൂടി വരുന്നുണ്ട്. നേരത്തെ ജോസ്ബിനും ഒക്കെ പറഞ്ഞതുപോലെ ഇത് നമുക്ക് പരിഹരിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമല്ലോ. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തു തന്നെയാണെങ്കിലും പല പ്രകൃതി സ്നേഹികളും വന്യജീവി സ്നേഹികളും ഒക്കെ മറ്റൊരു തിയറി കൂടി അവതരിപ്പിക്കുന്നുണ്ട്. കാടൊക്കെ നശിപ്പിച്ചതുകൊണ്ടാണ് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്ന് പറയുന്നുണ്ട്. കാരണങ്ങൾ എന്തായാലും പ്രശ്നം ആത്യന്തികമായി നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറുന്നു, നമ്മുടെ സ്വസ്ഥ ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറുന്നു. അതുകൊണ്ട് അടിയന്തരമായി ഈ കാര്യങ്ങളിൽ ഇടപെടൽ വേണം. സുജാത പറയുന്നു, മറ്റൊരു ജീവൻ എടുക്കുന്നതിന് മുൻപ് നടപടിയെടുത്താൽ നന്നായിരിക്കും. സുജാത, ഇനി ഇതുപോലെ ഒരു വന്യജീവി ആക്രമണത്തിൽ ഒരു ആൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. റോന്തു ചുറ്റുന്ന സമയം പുലിക്ക് അറിയുമോ ആവോ എന്ന് ജോൺസ് പരിഹസിക്കുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ പലതരത്തിലുള്ള അവരുടെ അഭിപ്രായങ്ങൾ ആളുകൾ പ്രേക്ഷകർ രേഖപ്പെടുത്തുകയാണ്. വന്യജീവി ആക്രമണത്തിൻ്റെ ഭയത്തിലാണ് പ്രദേശവാസികൾ കഴിയുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് ഓരോ ദിവസവും രാവിലെ ജോലിക്ക് പോകാനും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും അങ്ങനെ അവരുടെ നിത്യജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന തരത്തിലേക്ക് ഈ വന്യജീവികളെക്കുറിച്ചുള്ള ഭയം ആളുകൾക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രദേശവാസികൾക്ക് പറയാനുള്ളത് എന്താണ് എന്നത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതാണ്. അതാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആശങ്കയുണ്ട്. ഇറങ്ങി നടക്കാനേ പറ്റുന്നില്ല. അതെ, രാത്രിയായാലും പകലായാലും ഏത് സമയം പുലി തന്നെ. ഇന്ന് രാവിലെ ഒരാൾ ബൈക്കിന്റെ മുന്നിൽ പുലി ചാടി, അവിടെ കുറുകെ ചാടി. ഇതേ പുലിയുടെ ശല്യമാണ്. പുലി എന്തായാലും കൂട് വെച്ച് പിടിക്കണം. ഇപ്പൊ 3-4 ദിവസമായിട്ട് പുലിയാണ് അവിടെ. രാവിലെ മദ്രസ പോകേണ്ട പിള്ളേരൊക്കെ രാവിലെ 6 മണിയാകുമ്പോഴാണ് പോകല്. ഇന്നിപ്പോ പണിക്ക് പോകുന്നവരും പുലിനെ കണ്ടു എന്നാണ് അവർ പറയുന്നത്. അമ്പലത്തേക്ക് പോകുമ്പോൾ അവിടുന്ന് അമ്പലത്തിൽ പോകുന്ന ഒരാൾ രാവിലെ കണ്ടു പുലീനെ. അപ്പോൾ ഇത് നിരന്തരമായിട്ട് പുലീൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് കൂട് വെച്ച് പുലീനെ പിടിക്കുക എന്നുള്ളൊരു ആവശ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. വേറെ ഇവിടുന്ന് കൊണ്ടുവിടുന്നതാണ്. 1-2 അല്ല, ഒരു 2-3 ഉണ്ട്. എല്ലാവരും ഈ പണിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആ വഴി കൂടെ വരിക. മക്കൾക്ക് പഠിക്കാൻ പോകുന്നതൊക്കെ അങ്ങനെയാണ്. രാവിലെ മദ്രസയിലൊക്കെ പോകണമെങ്കിലൊക്കെ വെളുപ്പിന് ചെറിയ മക്കൾക്കൊക്കെ പോകണമെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദൂരെയൊക്കെ പണിക്ക് പോയിട്ട് വരുമ്പോൾ തന്നെ എന്തായാലും കുറച്ച് സമയമാവുമല്ലോ. അപ്പോൾ വീട്ടിലോട്ട് വരാം. ചില ദിവസമൊക്കെ പുറമെ ഓരോരുത്തർത്താ നിൽക്കുക, ചില ദിവസമൊക്കെ അങ്ങോട്ട് വരാൻ പേടിച്ചിട്ട്. പുലി നമ്മൾ നടന്നു വരുമ്പോഴൊക്കെ രാത്രിയൊക്കെ വരുമ്പോൾ ഭയങ്കര പ്രശ്നമായിട്ടാണ് ഉള്ളത്. ഇപ്പോൾ അതാണ് ഇപ്പോൾ സമരത്തിന് ഇതിനു വേണ്ടി വന്നത് ഞങ്ങളിപ്പോൾ. അവിടെ നിരന്തരം ഈ റോട്ടിൽ പുലിയും ആനയും നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം മിനിഞ്ഞാന്ന് രാത്രി ഞങ്ങൾ ഒരു പുലർച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ 2 പുലികൾ എൻ്റെ വീടിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ പടക്കം പൊട്ടിച്ച് ഓടിക്കുക ചെയ്തിട്ടുള്ളത്. അബ്ദുൾ സമദ് യൂട്യൂബിൽ സന്ദേശത്തിൽ ചോദിക്കുന്നു, ധൈര്യത്തിൽ ആ പ്രദേശത്തേക്കൊക്കെ ഇനി ഒരു വിനോദയാത്ര ടൂർ പോകാൻ പറ്റുമോ എന്നുള്ളത്. അബ്ദുൾ സമദ് അതാണ് പറഞ്ഞത്, നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കേണ്ടതാണ്. സോമൻ അനന്തൻ ചോദിക്കുന്നു, വയനാടിന്റെ പേര് മാറ്റി പുലിമട എന്നാക്കണം. അതെ, പലയിടങ്ങളിലും പുലിയെ കാണുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ആ നാട്ടുകാർ പറയുന്നതൊക്കെ നമ്മൾ കേട്ടല്ലോ. ജനാർദ്ദൻ നായർ ചോദിക്കുന്നു, കാട്ടിൽ വീട് വെച്ച് താമസിക്കുന്നവരെ ഒഴിപ്പിച്ച് വനം മൃഗങ്ങൾക്ക് വിട്ടുകൊടുത്താൽ പ്രശ്നം തീരും എന്നാണ്. ജനാർദ്ദൻ നായർ അറിയേണ്ട ഒരു കാര്യം, വനവിസ്തൃതി എന്നത് കേരളത്തിൽ കൂടിയിരിക്കുകയാണ്. നമ്മൾ കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിലെ പ്രശ്നം വനം മൃഗങ്ങൾക്ക് വാസയോഗ്യമല്ലാത്ത തരത്തിൽ അത് നശിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണക്കാരാരാണ്, അതിൻ്റെ പിന്നിലുള്ള നിക്ഷിപ്ത താല്പര്യക്കാർ ആരാണ്, ആരുടെയൊക്കെ റിസോർട്ടുകളാണ് അവിടെ ഉയർന്നു പൊങ്ങുന്നത്, ആരൊക്കെയാണ് മരം വെട്ടി നശിപ്പിക്കുന്നത്, ആരൊക്കെയാണ് അത് കടത്തുന്നത്, ഈ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുത്ത് അത് നിർത്താനുള്ള നടപടികൾ ആർജവത്തോടുകൂടി ഭരണകൂടം എടുത്തു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ പകുതി പ്രശ്നങ്ങളും. വയനാട്ടിലെ വന്യജീവി ഭീഷണിയെക്കുറിച്ചും അതിൻ്റെ ഭീതിയിൽ കഴിയുന്ന നാട്ടുകാരെക്കുറിച്ചുമുള്ള വാർത്തകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മാധ്യമങ്ങളെ കൂടി വിമർശിച്ചുകൊണ്ട് ആരിഫ് AP കളത്തൂർ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, സംസ്ഥാനത്ത് മൃഗങ്ങളുടെ ആക്രമണങ്ങൾ രൂക്ഷമാകുന്നു, മരണങ്ങൾ പതിവാകുന്നു. ഇത്തരം വേദനാജനകമായ വാർത്തകൾ
ഒന്നോ രണ്ടോ ദിവസം ചർച്ച ചെയ്യും, പരിഹാരം ഉണ്ടാകില്ല, അടുത്ത വാർത്ത കേൾക്കുമ്പോൾ അതിൻ്റെ പിറകെ പോയും എന്നാണ്. ആരിഫ്, ഇത് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, കുറേ ദിവസങ്ങളായി താങ്കൾക്കറിയാം. മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ നേരിടുന്നത് പോലെ തന്നെ വളരെ അപകടകരമായ സാഹചര്യങ്ങൾ നിന്നുകൊണ്ട് തന്നെയാണ് ഈ ചാനലുകളുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ പ്രതിനിധികളും അവിടെ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് വളരെ ആത്മാർത്ഥതയോടുകൂടി അവർ ചെയ്യുന്ന ഒരു തൊഴിലാണ്. അതുകൊണ്ടാണ് ഈ വാർത്തകൾ പൊതുസമൂഹം അറിയുന്നതും പുറത്ത് ചർച്ചയാകുന്നതും. പക്ഷെ അതിനപ്പുറം അവിടുത്തെ നാട്ടുകാരിൽ നിന്നുണ്ടാകുന്ന പ്രതിഷേധം, അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇടപെടലുകൾ, ഇതൊക്കെ തന്നെയായിരിക്കും ഒരുപക്ഷെ സർക്കാരിനെ കൊണ്ട് വളരെ ശക്തമായ നടപടികൾ എടുക്കാൻ പ്രേരണ ശക്തിയായി മാറാൻ പോകുന്നത്. ഈ വാർത്ത ഒന്നോ രണ്ടോ ദിവസം കൈകാര്യം ചെയ്ത് വിടേണ്ടതല്ല എന്ന ഉത്തമമായ ബോധ്യം മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കുമുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒരു സജീവമായ ഇടപെടൽ ഉണ്ടാകും. പിന്നെ അറിയാമല്ലോ, നാട്ടിലെ പല പല സംഭവങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും അതൊക്കെ ഓരോരോ സമയങ്ങളിൽ വാർത്തയിൽ പ്രാധാന്യം നേടി മുന്നോട്ട് വരും എന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അതുകൊണ്ടൊന്നും ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് അകന്നു പോകും എന്നൊരർത്ഥമില്ല. ഷർഫുദ്ദീൻ പറയുന്നു, ടൂറിസമാണ് വരുമാനം, വയനാടിനെ അതില്ലാതാക്കരുത് പുലിമട എന്നും പറഞ്ഞ്. ഷർഫുദ്ദീൻ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. നമ്മുടെ വിനോദസഞ്ചാര മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്ന ജില്ലയാണ് വയനാട്. അവിടെ ഇത്തരത്തിൽ ഭീതി പരത്തിക്കൊണ്ട് നമുക്ക് അതിൻ്റെ സാധ്യതകൾ ഇല്ലാതാക്കരുത് എന്നത് 100% ഷർഫുദ്ദീൻ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. സുജാത പറയുന്നു, 10 കപ്പ നട്ടാൽ പോലും കിട്ടാത്ത അവസ്ഥ ഇപ്പോൾ കാട്ടുപന്നി എല്ലായിടത്തും ഉണ്ട്, സാധാരണക്കാർ എന്ത് ചെയ്യും? സുജാത പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം കൃഷിയിടങ്ങളിൽ കാട്ടുപന്നികളുടെ ആക്രമണം, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിനൊക്കെ പരിഹാരം ഉണ്ടാകേണ്ടതുമാണ്. ഇനി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടത് കേരളത്തിൽ അക്ഷരാർത്ഥത്തിൽ നമ്മളെ പൊതുമനസാക്ഷിയെ നടുക്കുന്ന ഒരുപാട് വാർത്തകളാണ്. കൊലപാതക വാർത്തകൾ നമ്മൾ ഈ ദിവസങ്ങളിൽ അടുത്തടുത്തായി ഓരോന്നായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നെന്മാറയിലെ ഇരട്ട കൊലപാതകം, അത് കഴിയുമ്പോൾ ബാലരാമപുരത്തെ 2 വയസ്സുകാരിയെ കിണറ്റിലിട്ട് കൊലപ്പെടുത്തിയ സംഭവം, അതിനുശേഷം ഇപ്പോൾ ഒരു പോക്സോ കേസ് അതിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടി കൊല്ലപ്പെട്ട സാഹചര്യം, ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ മനസ്സ് മരവിപ്പിക്കുന്ന വാർത്തകളിലൂടെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പോവുകയാണ്. പലരും പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പത്രം വായിക്കാനോ TV കാണാനോ തോന്നുന്നില്ല, വാർത്താ ചാനലുകൾ കാണാൻ തോന്നുന്നില്ല. കാരണം അങ്ങനത്തെ വാർത്തകളാണ്, അത്രയും നെഗറ്റീവായിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ നിരന്തരം നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ക്രൂര കൊലപാതകങ്ങളുടെ ഒരു വലിയ നിര. ഇതെല്ലാം കാണുമ്പോൾ സ്വാഭാവികമായും മനസാക്ഷിയുള്ള ഏതൊരു സാധാരണക്കാരനും ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ നാടിന്, കേരളത്തിന് ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന്. അന്ധവിശ്വാസങ്ങളും ലഹരിയും കൊടിയ പകയും കൊടികുത്തി വാഴുന്ന ഒരു കൂട്ടം പേർ സമൂഹത്തിൽ ഭീതി പരത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കേരളം കാണുന്നത്. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ അമ്മാവൻ കിണറിലെറിഞ്ഞു കൊലപ്പെടുത്തിയ വാർത്തയുടെ ഞെട്ടൽ മാറിയിട്ടില്ല. പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ അമ്മാവനെ പ്രേരിപ്പിച്ചത് പൂജാരിയുടെ വാക്കുകളാണെന്നാണ് സൂചന. കുരുന്നു കുട്ടികളെ കൊന്നൊടുക്കി എന്ത് ഐശ്വര്യമാണ് ഇവർ നേടുന്നതെന്ന ചോദ്യം ബാക്കി. ഇല്ല, ഇതുവരെയുള്ള നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഈ നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതിക്ക് ഇതിൽ പങ്കുള്ളതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ വിശദമായിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചോറ്റാനിക്കരയിലെ പെൺകുട്ടിയുടെ മരണവാർത്ത പിന്നാലെ എത്തി. അതിക്രൂരമായ പീഡനത്തിനിരയായി വേദന തിന്നാണ് ആത്മഹത്യക്ക് ശ്രമിച്ച ആ 19-കാരി മരണത്തിന് കീഴടങ്ങിയത്. സംശയം തലയ്ക്ക് പിടിച്ച കാമുകൻ അനൂപ് ക്രൂരതയുടെ പ്രതിരൂപമാണ്. പാലക്കാട് നെന്മാറയിൽ ചെന്താമര എന്നൊരു നരാധമൻ തീർത്തുകളഞ്ഞത് ഒരു കുടുംബത്തിലെ 3 പേരെ. അന്ധവിശ്വാസവും സംശയവും കാരണം പകമൂത്തു നടന്ന ഇയാളെ പൊതുസമൂഹത്തിൽ വിലസാൻ വിട്ട പോലീസിനുമുണ്ട് വീഴ്ച. ഒന്ന് കൊന്നു തന്നാൽ മതി. ഞങ്ങളുടെ അച്ഛനും അച്ഛമ്മയും അമ്മ എല്ലാം പോയിട്ട് അയാൾ ഇനിയും പ്രൊട്ടക്ട് ചെയ്ത് വെച്ചുകൊണ്ട് പോകണം. ഇനി ഞങ്ങൾക്ക് പ്രൊട്ടക്ട് വേണ്ട, കൊന്നു തന്നാൽ മാത്രം മതി. വയ്യ ഞങ്ങൾക്ക് എല്ലാം കയറിയിട്ട് എന്താ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല സാറേ. He consider himself ഒരു strong tiger പോലെയാണ്. He is feeling that he is a tiger. ചേന്ദമംഗലത്ത് 3 പേരെ വീട്ടിൽ കയറി തലക്കടിച്ചു കൊന്നത് കുരുന്നുകളുടെ മുന്നിലിട്ട്. പ്രതി ചേന്ദമംഗലം കണിയാപ്പറമ്പിൽ ഋതുജയൻ. തലക്കടിച്ചു കൊല്ലുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന 2 പെൺകുരുന്നുകൾ കടന്നുപോകുന്ന മാനസികാവസ്ഥ എന്താകുമെന്ന് വിവരിക്കാൻ വാക്കുകളില്ല.
താമരശ്ശേരിയിൽ കിടപ്പ് രോഗിയായ അമ്മയെ മകൻ വെട്ടിക്കൊന്നുകളഞ്ഞു. കൊല്ലപ്പെട്ടത് അടിവാരം 30 ഏക്കറിൽ കായിക്കൽ സ്വദേശി സുബൈദ. 25-കാരനായ മകൻ ആഷിഖ് ലഹരിക്കടിമ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സമാനതകളില്ലാത്ത തരത്തിൽ റാഗിങ്ങിന് വിധേയമാക്കാൻ സഹപാഠികൾക്ക് എവിടുന്ന് ധൈര്യം കിട്ടിയെന്ന ചോദ്യമാണ് ചോറ്റാനിക്കരയിലെ മിഹിറിന്റെ ആത്മഹത്യയിൽ മുഴച്ചു നിൽക്കുന്നത്. സീനിയർ വിദ്യാർത്ഥികൾ മകനെ ക്ലോസറ്റിൽ മുഖം ചേർത്ത് ഫ്ലഷ് ചെയ്തുവെന്ന കുടുംബത്തിന്റെ വെളിപ്പെടുത്തൽ സമൂഹ മനസാക്ഷിയിൽ ആന്തലുണ്ടാക്കുന്നതാണ്. ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് കേരളത്തിന്റെ വിളിപ്പേര്. തുടരെയുണ്ടാകുന്ന അതിക്രൂര സംഭവ വികാസങ്ങൾ കാണുമ്പോൾ മനസാക്ഷി മരവിച്ചു പോകുന്ന ജനങ്ങൾ ചോദിച്ചു പോകുന്നു, നമ്മുടെ നാടിന് ഇതെന്തു പറ്റി? റിസർച്ച് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെയുള്ള വിളിപ്പേര് വെറുമൊരു ടാഗ് ലൈനായി മാത്രം മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോവുകയാണോ? ഇത് തുടരെ ഉണ്ടാകുന്ന ഈ സംഭവങ്ങൾ, ഇപ്പോൾ ഈ റാഗിങ്ങിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള മരണം അടക്കമുള്ള കാര്യങ്ങളിൽ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കാരണം ഇത്രയും പുരോഗമന സ്വഭാവമുള്ള, വളരെ പ്രോഗ്രസീവ് എന്ന് സ്വയം കരുതുമ്പോഴാണ് ഈ സമൂഹത്തിനകത്തുള്ള ഏറ്റവും ജീർണതകൾ പുറത്തേക്ക് വരുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ ആളുകൾ തന്നെ അതിനോട് പ്രതികരിക്കുന്നത് അങ്ങനെയാണ്. മൃഗങ്ങളെക്കാൾ നീചന്മാരായ മനുഷ്യമൃഗങ്ങൾ, ചെന്താമരയെ പോലുള്ളവർ ഉള്ള ഇവിടെ വന്യമൃഗങ്ങൾ എത്രയോ ഭേദം എന്ന് KJ തോമസ് പറയുന്നത് അതുകൊണ്ടുകൂടിയാണ്. മാത്രമല്ല പലരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരന്തരം ആവർത്തിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മാളവിക പറയുന്നു, കേരളത്തിലെ നിയമ സംവിധാനം മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്നുള്ളതാണ്. ഓരോ ദിവസം ഓരോ ക്രിമിനലുകൾ രൂപം കൊള്ളുന്ന എബ്രഹാം പറയുന്നു. കൊടുക്കുന്ന ശിക്ഷ ശരിയായ രീതിയിലല്ല എന്ന് പറയുന്നു. രവികുമാർ പറയുന്നു, കൊലപാതകങ്ങൾ കൂടുന്നതിനുള്ള പ്രധാന കാരണം നമ്മുടെ നിയമവ്യവസ്ഥ തന്നെ കൊലപാതകങ്ങൾക്ക് കടുത്ത ശിക്ഷ നൽകുന്ന നിയമം കൊണ്ടുവരണം എന്ന് പറയുന്നു. സുജാത പറയുന്നു, എല്ലാവരും കൂടുതൽ പണത്തിന് വേണ്ടി ഇപ്പോൾ അന്ധവിശ്വാസം ആയുധമാക്കുകയാണ്, പഴയകാലം തിരിച്ചു കിട്ടില്ല, കൗൺസിലിംഗ് അത്യാവശ്യമാണ് ചെറുപ്പം മുതൽ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് പ്രേക്ഷകർ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെതായ അർത്ഥത്തിൽ വളരെ ഗൗരവമുള്ളതും നമ്മൾ പരിശോധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ 1-2 കാര്യങ്ങളിലുള്ള ഒരു അഭിപ്രായം, എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത്, ഈ ശിക്ഷ കൂട്ടിയത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ കുറ്റവാളികളുടെ എണ്ണം കുറയും എന്നത് സത്യത്തിൽ അത് എത്രത്തോളം സാധ്യമാണെന്ന കാര്യം നമ്മൾ പ്രായോഗികമായി നടക്കുമെന്ന് നമ്മൾ നോക്കണം. കാരണം ഈ കുറ്റവാളികളുടെയൊക്കെ ഒരു മനോനില വേറൊരു തരത്തിലുള്ളതാണ്. കാരണം എന്നെ 100 വർഷം ശിക്ഷിക്കൂ എന്ന് പറയുന്ന ചെന്താമര, അതുപോലെ തന്നെ കൊലപാതകം നടത്തിയിട്ട് ഒരു കൂസലുമില്ലാതെ നിൽക്കുന്നൊരു പ്രതി, ഇപ്പോൾ ഈ 2 വയസ്സുകാരെ കിണറ്റിലിട്ട സംഭവത്തിൽ നമ്മൾ ഓരോരുത്തരും ഉറങ്ങാതെ രാത്രി കിടക്കുമ്പോൾ അതിലെ പ്രതി പറയുകയാണ്, ഒരു ഉൾവിളി ഉണ്ടായി, അങ്ങനെ ഞാൻ ചെയ്തു എന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള സൈക്കോ സ്വഭാവത്തിലുള്ള കുറ്റവാളികൾ കേരളത്തിൽ ഏറി വരുന്നുണ്ട്. അതിന് കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിലേക്ക് നയിക്കുന്ന സാമൂഹിക സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? നമുക്ക് നമ്മുടെ സാംസ്കാരിക ഇടപെടലുകൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? നമ്മുടെ കൂട്ടായ്മകൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇവരുടെ മനഃശാസ്ത്രം പഠിക്കുമ്പോൾ ഇവർക്ക് മനോരോഗ വിദഗ്ധരുടെ സഹായം ആവശ്യമാകുന്ന ഘട്ടം ഉണ്ടാകുന്നുണ്ടോ? ഇത്തരം കാര്യത്തിൽ കുടുംബ ബന്ധങ്ങളിൽ, സാമൂഹിക ബന്ധങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളെ സൂക്ഷ്മതലത്തിൽ പരിശോധിച്ചുകൊണ്ട് വേണം ഇതിനുള്ള പരിഹാരം കാണാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു ശാസ്ത്രീയമായ ഒരു അന്വേഷണവും ഗവേഷണവും ആവശ്യമാണ്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ആ അർത്ഥത്തിൽ ഗൗരവമായി പരിശോധിക്കേണ്ടതും പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരേ വീട്ടിൽ 4 പേരുണ്ടാകുമ്പോൾ 4 പേരും അവരവരുടേതായ ലോകത്തിലേക്ക് ചുരുങ്ങി പോകുന്ന ഒരു സങ്കീർണമായ സാഹചര്യം നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. അതിന് മാറ്റമുണ്ടാകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്ക്, അതിൻ്റെ തയ്യാറെടുപ്പുകളിലേക്ക് കടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഓരോ കുറ്റകൃത്യവും നമ്മളോട് വിളിച്ചു പറയുന്നത്. കേരളത്തിന് ഇത് എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ടാണ് നേരത്തെ ആ റിപ്പോർട്ട് നമ്മൾ അവസാനിപ്പിച്ചത്. തുടരെ മനസ്സ് മടുപ്പിക്കുന്ന ക്രൂര കൊലപാതകങ്ങളുടെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് പറ്റിയത്? മനസാക്ഷി മരവിച്ചു പോയോ എന്ന് നമ്മൾ ചോദിച്ചു പോകും. അതിനുള്ള ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കേൾക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിയമസാർക്ക് പേടിയില്ല എന്നല്ലേ. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊക്കെ കുറച്ച് പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ ആർക്കും ഒരു പേടിയില്ല, എന്തും കാണിക്കാമെന്നുള്ള വെച്ചാൽ നമ്മളുടെ കുറച്ചും കൂടി ടഫായിട്ടുള്ള നിയമമുണ്ട്, ടഫ് ലോസും കൊണ്ടുണ്ട്. ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മനുഷ്യൻ മാറിപ്പോയി, ഒരുപാട് മാറിപ്പോയി. നമ്മുടെ കുടുംബത്തിൽ ഇനി എന്താ സംഭവിക്കാൻ വേണ്ടതെന്ന് ഒരു പിടിയും കിട്ടാനില്ല. നിയമവ്യവസ്ഥകളുടെയൊക്കെ കുഴപ്പം കൊണ്ടാണ് ഈ കൂടുതലുണ്ടാകുന്നത്. ഓരോ ദിവസവും നമ്മുടെ കേരളത്തിലെ അവസ്ഥ വളരെ ദയനീയമായ രീതിയിലാണ്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ അടുത്ത് പോലും വളരെ ദയനീയമായ സാഹചര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താവുമെന്ന് അറിയില്ല.
ഷഫീർ മണ്ണാർക്കാട് പറയുന്നു, ജനസംഖ്യ വർദ്ധിക്കുന്നതനുസരിച്ച് കൂടുതൽ കോടതികൾ വരണം. കേസുകളുടെ കാലതാമസം ഒഴിവാക്കിയാൽ പ്രതികൾ രക്ഷപ്പെടുന്നതും കുറ്റകൃത്യത്തിന്റെ ഗൗരവം കുറയുന്നത് ഒഴിവാക്കി തക്കതായ ശിക്ഷ കൊടുക്കാം. ഷഫീർ, ഞാൻ 100% യോജിക്കുന്നു. കൺവിക്ഷൻ റേറ്റ് കൂടണം. താങ്കൾ പറഞ്ഞതുപോലെ കോടതികൾ കൂടുതൽ ഉണ്ടാകണം. അപ്പോൾ തന്നെ ഓരോ കേസുകളും തീർപ്പാക്കിക്കൊണ്ട് നടപടികളിലേക്ക് കടക്കുന്ന അതിവേഗ സംവിധാനങ്ങൾ നമുക്കുണ്ടാകണം. ഒരു തർക്കവുമില്ല. ശ്രീ ചന്ദ്രൻ പറയുന്നത് 2025 തുടങ്ങിയപ്പോൾ കേരളം എങ്ങോട്ടാണ് പോകുന്നത്? ചന്ദ്രൻ, അത് ശരിയാണ് താങ്കൾ പറഞ്ഞത്. 2025 ആദ്യ മാസത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇത്രയധികം കൊടും ക്രൂര കൃത്യങ്ങളുടെ വിവരങ്ങൾ പുറത്തു വരുന്നത്, അതിന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. ഒട്ടും തന്നെ സന്തോഷത്തോടു കൂടിയല്ല കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് ഈ വിവരങ്ങൾ ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ നൽകുന്നത് എന്നുകൂടി ചന്ദ്രനെ പോലുള്ളവർ മനസ്സിലാക്കണം. പലരും ചോദിക്കുന്നു, മൊബൈൽ യുഗം, ഒരു വീട്ടിലെ ആളുകൾ പരസ്പരം മുഖം പോലും കണ്ടിട്ട് ചിലപ്പോൾ വർഷങ്ങളായി കാണും. സാദി ഷാഫി പറയുന്നു, ശരിയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിന്റെ സാമൂഹിക ബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഒക്കെ എന്തൊക്കെയോ തകരാറുകൾ സംഭവിക്കുന്നുണ്ട്. ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട. കാരണം ഈ കൊലപാതകങ്ങളുടെയൊക്കെ റൂട്ട് കോസ്, അതിൻ്റെ മൂല കാരണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കാരണങ്ങൾ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത, നമ്മൾ ഇങ്ങനെ സംഭവിക്കുമോ എന്ന് അതിശയിച്ചു പോകുന്ന പല കാരണങ്ങളാണ്. അങ്ങനെ ദുരൂഹമായ ബന്ധങ്ങൾ, മന്ത്രവാദം പോലെയുള്ള ആഭിചാരക്രിയകളുടെ ഭാഗമായി നടക്കുന്ന കൊലപാതകങ്ങൾ, കൂടുതൽ പണമുണ്ടാക്കാൻ, കൂടുതൽ വലിയ ഉയരങ്ങളിലെത്താൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങൾ, ഇതൊക്കെ സ്വന്തം രക്തത്തിൽപ്പെട്ടവരെ പോലും കൊലപ്പെടുത്തിക്കൊണ്ട് നേടുന്ന ഈ അഭിവൃദ്ധിക്ക് എന്തർത്ഥമാണുള്ളത് എന്ന് സാധാരണ നിലയിൽ നമ്മൾ ആലോചിച്ച് പോകേണ്ടതാണ്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നത്, കോട്ടയം ഏറ്റുമാനൂരിൽ കക്കൂസ് മാലിന്യം തള്ളിയവരെ കൊണ്ട് തന്നെ വൃത്തിയാക്കിപ്പിച്ച് പോലീസ്. ഏറ്റുമാനൂർ കാരക്കണ്ടത്താണ് കക്കൂസ് മാലിന്യം തള്ളിയ ചേർത്തല സ്വദേശികളെ കൊണ്ട് സ്ഥലം പോലീസ് വൃത്തിയാക്കിപ്പിച്ചത്. പ്രദേശത്ത് നിന്ന് പലതവണ ഇത്തരത്തിൽ പരാതികൾ ഉയർന്നു വന്നിരുന്നു. ഇതിനെ തുടർന്നാണ് പോലീസ് ഇങ്ങനൊരു നടപടിയിലേക്ക് കടന്നത്. ഈ നടപടിയെ പൊതുജനം സ്വാഗതം ചെയ്തു എന്നുള്ളതാണ്. ആ റിപ്പോർട്ട് കാണും. റോഡരികുകൾ, പറമ്പുകൾ, കൃഷിസ്ഥലങ്ങൾ എന്നു വേണ്ട ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലെല്ലാം കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവാകുകയാണ്. കോട്ടയം ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നും സമാനമായ പരാതികൾ നിരന്തരം ഉയർന്നു വരുന്നുണ്ട്. ജനജീവിതത്തെ കാര്യമായി ബാധിക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആദ്യം പരാതി പറയുന്നത് പോലീസിനോട് തന്നെയായിരുന്നു. കാര്യമായ ശിക്ഷകൾ ലഭിക്കാത്തതിനാൽ ഇത് വീണ്ടും വീണ്ടും പലരും ആവർത്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കാര്യങ്ങൾ അങ്ങനെ വിട്ടാൽ ശരിയാകില്ല എന്ന് ഏറ്റുമാനൂർ പോലീസ് തീരുമാനിച്ചു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം കക്കൂസ് മാലിന്യം വഴിയരികിൽ തള്ളാനെത്തിയവരെ കൊണ്ട് തന്നെ അത് വൃത്തിയാക്കിപ്പിച്ചത്. ഏറ്റുമാനൂർ മണർകാട് ബൈപ്പാസിൽ ചെറുവാണ്ടൂർ ഭാഗത്താണ് ചേർത്തലയിൽ നിന്നും കൊണ്ടുവന്ന കക്കൂസ് മാലിന്യം തള്ളിയത്. നാട്ടുകാരുടെ പരാതിക്ക് പിന്നാലെ മാലിന്യവുമായി എത്തിയ വാഹനം പോലീസ് പിടികൂടി 3 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. വാഹന ഉടമയെ കൊണ്ടും മാലിന്യം തള്ളാനെത്തിയവരെ കൊണ്ടുമാണ് സ്ഥലം പോലീസ് വൃത്തിയാക്കിച്ചത്. മാലിന്യം തള്ളിയ റോഡരികിൽ നല്ല മണ്ണ് വിരിച്ചാണ് സ്ഥലം വൃത്തിയാക്കിയത്. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ SHO അൻസിലിന്റെ നേതൃത്വത്തിലായിരുന്നു വൃത്തിയാക്കിപ്പിക്കൽ. ദിവസം 2ഉം 3ഉം ലോഡ് വെച്ച് ഇങ്ങനെ വർഷങ്ങളായിട്ട് കക്കൂസ് മാലിന്യം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 25-ാം വാർഡിലെ കൗൺസിലർ ഞാൻ ഉൾപ്പെടെ സ്റ്റേഷനിൽ ചെന്ന് CIയോട് പരാതി കൊടുക്കുകയും CIയുടെ നേതൃത്വത്തിൽ വണ്ടി പിടിച്ച് അവരെ കൊണ്ട് മാലിന്യം ഇട്ട കുഴിയിലേക്ക് മണ്ണ് കൊണ്ടിട്ട് ആ പണിക്കാരെ കൊണ്ട് തന്നെ മൂടിക്കുന്ന ഒരു സംഭവമാണ് ഇന്നിവിടെ ഉണ്ടായിരിക്കുന്നത്. ജില്ലയുടെ വിവിധ മേഖലകളിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് തുടർക്കഥയാണ്. കൃഷിസ്ഥലങ്ങളിലടക്കം കക്കൂസ് മാലിന്യം തള്ളുന്നത് ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുമുണ്ട്. കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവാകുന്ന സാഹചര്യത്തിൽ ഏറ്റുമാനൂർ പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ നടപടികൾ പോലെ ഇനിയും കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഒപ്പം നഗരസഭകളും പഞ്ചായത്തുകളും സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളടക്കം കൊണ്ടുവരണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കോട്ടയത്ത് നിന്ന് ജിത്തുവിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. നമ്മൾ ഒരുപാട് നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്തകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ബീന ബീന പറയുന്നു, നാളെ മുതൽ നല്ല വാർത്ത കേൾക്കാൻ പ്രാർത്ഥിക്കുന്നു. ബീന, ഇപ്പോഴീ പോയത് ഒരു നല്ല വാർത്തയാണ്. കാരണം ഇങ്ങനെ പൊതുജനങ്ങളുടെ ആരോഗ്യത്തെയോ അവരുടെ ശുചിത്വത്തെയോ ഒന്നും മാനിക്കാതെ, അവരുടെ സ്വസ്ഥ ജീവിതത്തെ ഒന്നും മാനിക്കാതെ ഇതുപോലെ മാലിന്യം കൊണ്ട് തള്ളുന്നവരെ കൊണ്ട് തന്നെ മാലിന്യം എടുത്ത് മാറ്റിച്ച് അവിടെ വൃത്തിയാക്കിയ പോലീസിന്റെ നടപടി ആ അർത്ഥത്തിൽ അഭിനന്ദനാർഹമാണ്. നാട്ടുകാർ തന്നെ, എനിക്ക് തോന്നുന്നു നാട്ടുകാരുടെ ഒരു സ്ക്വാഡ് ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകേണ്ട സമയമായിരിക്കും. നമ്മുടെ വീട്ടിൽ നിന്നുള്ള മാലിന്യങ്ങൾ പുറന്തള്ളുന്ന
എന്ന കാര്യത്തിൽ നമുക്കൊരു ശാസ്ത്രീയമായ രീതി വേണം. സാധാരണ മലയാളിയെ കുറിച്ച് പറയാനുള്ളത് സ്വന്തം വീടിൻ്റെ മതിലിന് പുറത്തൊക്കെ അത് ഒരു പൊതുനിരത്തിലേക്ക് മാലിന്യം തള്ളുന്നൊരു സ്വഭാവം മലയാളിക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ മാതൃകാപരമായ നടപടികളെ നമ്മൾ ആ അർത്ഥത്തിൽ കണക്കാക്കേണ്ടി വരും. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകും. ബഹുനില കെട്ടിടങ്ങളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും എത്തുന്ന മാലിന്യങ്ങളാൽ പൊറുതിമുട്ടുകയാണ് കാസർഗോഡ് ചെർക്കള ടൗണിൽ എത്തുന്ന ജനങ്ങൾ. വ്യാപാര സ്ഥാപനങ്ങളിലെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ സംസ്കരിക്കാൻ കൃത്യമായ പദ്ധതി ഇല്ലാത്തതാണ് നഗരത്തിലേക്ക് മാലിന്യം തള്ളാനുള്ള ഒരു കാരണം. ദുർഗന്ധം വമിക്കുന്ന നഗരക്കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ചെർക്കള നഗരത്തിലെ വലിയ കെട്ടിടങ്ങളിൽ നിന്നുള്ള കക്കൂസ് മാലിന്യങ്ങൾ പോലും ഈ ജനവാസ മേഖലയിലേക്ക് പുറന്തള്ളുന്നുണ്ട്. ദുർഗന്ധം വമിച്ച് ഒരു മിനിറ്റ് പോലും ഇവിടെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പിന്നെ ഈ ജനങ്ങൾ എന്തു ചെയ്യും? വർഷങ്ങളായി പൊറുതിമുട്ടുകയാണ് ചെർക്കള ടൗണിലെത്തുന്ന പൊതുജനം. നഗരത്തിലെങ്ങും ദുർഗന്ധം. ജനവാസ മേഖലകളിലൂടെയാണ് കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഒഴുകുന്നത്. നഗരത്തിലെ ദിനേശ് ബീഡി ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ അവസ്ഥ ദയനീയമാണ്. ദുർഗന്ധം കാരണം ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത അവസ്ഥ. സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്ത ഒരു സ്മെല്ലാണ് വരുന്നത്. ഈ ഉച്ച സമയത്താണ് ഭയങ്കര വിഷം ഇത് സ്മെല്ല് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ സ്മെല്ല് വരുമ്പോൾ അതേപോലെ കൊതുകളും വരുന്നു. മാലിന്യം ഒഴുകുന്നത് കുണ്ടടുക്കം കുഞ്ഞിക്കര പ്രദേശങ്ങളിലേക്കാണ്. ഇവിടെയാണെങ്കിൽ 500-ലധികം വീടുകളുണ്ട്. കിണറുകളിലെ വെള്ളത്തിൽ മാലിന്യം കലരുന്നുവെന്ന പരാതിയും പലരും പങ്കുവെക്കുന്നുണ്ട്. വർഷങ്ങളായി നഗരത്തിൽ കച്ചവടം ചെയ്യുന്നവർക്കും പറയാനുള്ളത് നഗരത്തിലെ ദുർഗന്ധത്തെക്കുറിച്ചാണ്. ഒരുപാട് നാറ്റങ്ങളാണ്, ഭയങ്കര നാറ്റങ്ങളാണ്. 10 മണിയിൽ നിന്ന് 3 മണി വരെ. ഇപ്പോൾ രാവിലെ മുതൽ എപ്പോഴും ഞാനിപ്പോഴേ കച്ചവടം ചെയ്യുന്നത് 26 കൊല്ലമായി. ഇപ്പോൾ ഇത്ര വരെയും ഇവിടെ അതുപോലെ തന്നെ നടക്കുന്നത്. നിരവധി തവണ ചെങ്കള പഞ്ചായത്തിൽ പരാതി നൽകി. നടപടിയില്ലാതായതോടെ ദിനേശ് ബീഡി ഫാക്ടറിയിലെ തൊഴിലാളികൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തി താൽക്കാലിക പരിഹാരമുണ്ടാക്കിയെങ്കിലും നഗരത്തിലെ ദുർഗന്ധത്തിന് കുറവൊന്നുമില്ല. മൂക്ക് പൊത്താതെ ഈ പ്രദേശത്ത് നിൽക്കാൻ കഴിയുന്നില്ല. എനിക്ക് തൊട്ടരികിലുള്ള ദിനേശ് ബീഡിയുടെ ഈ ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് മാത്രമല്ല, തൊട്ടപ്പുറത്തുള്ള സാധാരണക്കാരായ നിർധനരായ കുടുംബങ്ങൾക്കൊക്കെ ഈ ദുർഗന്ധം വല്ലാത്ത രീതിയിൽ അലോസരപ്പെടുത്തുന്നുണ്ട്. മാസങ്ങളായി പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ആരും സ്വീകരിക്കുന്നില്ല. ആരാണ് ഇതിന് ഉത്തരവാദി? ആരാണ് നടപടിയെടുക്കേണ്ടത്? എന്തായാലും അടിയന്തര നടപടി ഉണ്ടായേ തീരൂ. വിജയ് ഷണങ്ങൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ നൽകിയ റിപ്പോർട്ട് നിങ്ങൾ കണ്ടല്ലോ. ചെർക്കള പ്രദേശത്താണ്. ഏതാണ്ട് 500-ലധികം വീടുകളാണ് ഈ പ്രദേശത്തുള്ളത്. കിണറുകളിലെ വെള്ളത്തിലും മാലിന്യം കലരുന്നു എന്നതാണ് ഈ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട പരാതി. ആ പരാതി അവർ പങ്കുവെക്കുന്നുണ്ട്. പ്രദേശവാസികൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. അതിനോടൊപ്പം തന്നെ ജേക്കബ് കൊയ്പ്പള്ളി പറഞ്ഞിട്ടുള്ള ഒരു നിർദ്ദേശത്തെ ഞാൻ സ്വയം വിമർശനപരമായി അവതരിപ്പിക്കുകയാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് നല്ല ഭാഷ സംസാരിച്ചിരുന്ന വീടുകളുടെ അകത്തളങ്ങളിൽ TV ചാനലുകൾ കുറ്റകൃത്യ വാർത്തകൾ വിശദമായി തീവ്രതയോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് ഗൗരവമായി കാണണം, വളരെ ഗൗരവമായി കാണേണ്ടതാണ്. ആ തീവ്രതയോടെ പറയുകയും അല്ലെങ്കിൽ കുറ്റകൃത്യത്തെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ആ വിശദാംശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നത് ഒരു നല്ലതാണോ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന്? അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യങ്ങൾക്കൊക്കെ കാരണമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്, ആത്മപരിശോധന. അതുപോലെ തന്നെയാണ് ജേക്കബ് ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്ന സിനിമകൾ, അടുത്ത കാലത്തായി ഇറങ്ങുന്ന സീരീസുകൾ, ഇതൊക്കെ തന്നെ ഏതൊക്കെയോ അർത്ഥത്തിൽ അത്തരം ക്രൈമുകളെ ആഘോഷിക്കുന്ന ഒന്നായി മാറുന്നില്ലേ എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കാരണം വിനോദ മേഖലകളിൽ ഇറങ്ങുന്ന ഇത്തരം കാര്യങ്ങൾ, ഇത്തരം പ്രവണത അതിലേക്ക് ചെറുപ്പക്കാർ വല്ലാതെ ആകർഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതൊരു കലാ രൂപം എന്ന നിലയിലൊക്കെ അവതരിപ്പിക്കുമ്പോൾ പോലും അത്തരം കാര്യങ്ങൾ കൂടി പൊതുസമൂഹത്തിൻ്റെ വിശദമായ ചർച്ചകൾക്ക് വഴിയാകേണ്ടതാണ്. മാധ്യമങ്ങൾ മാത്രമല്ല ആ കാര്യങ്ങളിൽ ഒരു തിരുത്തലിന് ശ്രമിക്കേണ്ടത് എന്നുകൂടി ഞാൻ ജേക്കബിനോട് പറയുന്നു. ഇനി നമ്മൾ പോകുന്നത് ചെർക്കളയിലുള്ള ഈ പ്രശ്നം നേരിടുന്ന ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നതിലേക്ക്. പരിഹാരം കാണാൻ ചെങ്കള പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥരോ അധികാരികളോ തയ്യാറാവാത്ത സ്ഥിതിയാണിത്. ഇത് കാലങ്ങളായിട്ടുള്ള വിഷയമാണ്. ഈ ചെങ്കള പഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ മാലിന്യ വള്ളങ്ങളും കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഈ ഓടയിൽ ദിനേശ് ബീഡിയുടെ അരികിലൂടെ ഓടകൾ ഒഴുക്കി വിടുകയാണ്. നാറ്റം ഉണ്ടാകും, അത് അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ വന്ന് കൂടിയിട്ടേ കഴിക്കില്ല. എന്തൊക്കെ രോഗം പിടിച്ചാൽ
ഞങ്ങൾ പോയി. പിന്നെ തലവേദന, പനി എന്തൊക്കെ വൈകുന്നേരം നമ്മളാണ് അധികം വരുന്ന കൊതുക്. അത് വരുന്നത് കണ്ടെങ്കിലേ നമ്മ പറഞ്ഞാലറിയില്ല, കണ്ടിട്ട് തന്നെ അറിയണം. ഒട്ടും തീരെ പറ്റുന്നില്ല. കുറേ കൊല്ലമായി ഞങ്ങൾ ഒരു 10 വർഷമായി ഞങ്ങൾ ഇവിടെ ചെർക്കളയിൽ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ചപ്പിൻ്റെ സ്മെൽ തന്നെ വേണമെന്നത്രോളം ഉണ്ട്. പിന്നെ ഇതും കൂടിയാകുമ്പോൾ ഞങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞ അഭിപ്രായത്തോട് കുര്യൻ MK പ്രതികരിച്ചിരിക്കുന്നു. സിനിമ വേണമെങ്കിൽ കണ്ടാൽ മതി, വാർത്ത അങ്ങനെ അല്ലല്ലോ എന്നാണ്. ഞാൻ പറഞ്ഞത് ഏത് വാർത്തയിൽ ഒരു മാറ്റവും വേണ്ട, സിനിമയിൽ മാത്രം മാറ്റം മതി എന്ന അർത്ഥത്തിലല്ല. ഞാൻ പറഞ്ഞത് ഏത് മേഖലയിലാണെങ്കിലും. ഇപ്പോൾ സിനിമ കുര്യൻ താങ്കൾ അറിയേണ്ട കാര്യം, ആ സിനിമയൊക്കെ കാണാൻ പോകുന്നത് നമ്മുടെ വലിയൊരു വിഭാഗം ചെറുപ്പക്കാരാണ് ഈ സിനിമകളൊക്കെ കാണാൻ പോകുന്നത് എന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവിയിൽ ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ട പൗരന്മാരായി മാറേണ്ട ആളുകൾ, അവരാണ് ഈ സിനിമകളൊക്കെ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ സിനിമയെന്നോ വാർത്തയെന്നോ എന്ന നിലയിലല്ല, ഇത്തരം കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാം, ഏതൊക്കെ എവിടെയാണ് അവിടെ അതിനൊരു അരിപ്പ പോലെ നിന്നുകൊണ്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് മാറ്റേണ്ടത് എന്ന കാര്യങ്ങളിൽ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഒരു വലിയ ചർച്ച ആവശ്യമാണ് എന്ന് ഞാനൊരു തുറന്ന മനസ്സോടുകൂടിയാണ് ആ വിഷയത്തെ സമീപിക്കാൻ ഞാൻ തയ്യാറായിരിക്കുന്നത്. ഒരു പരിധിവരെ ആത്മവിമർശനപരമായി കൂടി അതിനെ സമീപിക്കാൻ ഞാൻ ഒരുക്കവുമാണ്. അല്ലാതെ ഈ അഭിപ്രായത്തെ പൂർണ്ണമായി നിരാകരിക്കുകയല്ല ചെയ്തത്. പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങൾ കൂടുന്നതിന് ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളുടെ ഈ ഇത്തരം സംഭവങ്ങൾ ആഘോഷിക്കുന്നതൊക്കെ കാരണമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായും അതിലൊരു ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ഇന്നത്തെ ഒരു പ്രത്യേകത, ഇന്ന് പൊതുജനം അവതരിപ്പിക്കുമ്പോൾ ധാരാളം ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മളെയെല്ലാം പൊതുജീവിതത്തെ സാരമായി ബാധിക്കുന്ന പ്രശ്നങ്ങളും വിഷയങ്ങളും ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറച്ച അഭിപ്രായങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ട് എന്ന് ഈ പ്രതികരണങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ശിവകുമാർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാ സിനിമകളുമല്ല, ചില സിനിമകൾ എങ്ങനെയാണ് ശാസ്ത്രീയമായ കുറ്റകൃത്യങ്ങൾ ചെയ്യാം എന്നുകൂടി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഉദാഹരണം ഒരുപാടുണ്ട്, പക്ഷേ ഇവിടെ പേരുകൾ പറയുന്നില്ല. പേരുകൾ പറയേണ്ട ആവശ്യമേ ഇല്ല ശിവകുമാർ. എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികൾക്കൊക്കെ ആ പേരുകൾ വളരെ നന്നായിട്ട് അറിയാം. മാത്രമല്ല അവരൊക്കെ പോയി കണ്ട് ഈ സിനിമകൾ വലിയ രീതിയിൽ വിജയിപ്പിക്കുന്നു കൂടിയുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. ഞാൻ പറയുന്നത്, ഇത് പറയുമ്പോൾ എൻ്റെ മക്കൾ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട്, നമുക്ക് അതിലൊരു പരിഹാരം വേണ്ടതാണ്. കേരളം ഒരു നരകമായി മാറുന്നു എന്ന് ക്യാമ്പൽസ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു അഭിപ്രായം പറയുന്നില്ല. ദൈവത്തിൻ്റെ സ്വന്തം നാടായി കേരളത്തെ നിലനിർത്താനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് ഒരു നരകമാണ് എൻ്റെ നാട് എന്ന് ഞാൻ കരുതുന്നേയില്ല. ഇത് സ്വർഗമായി ഇതിനെ മാറ്റാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട്. അതിലെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതിനെ മാറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ജീവനിൽ കൊതിയുള്ളവർ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിക്കൂ എന്ന് രാജീവ് എഴുതുന്നു. ഒരിക്കലും രാജീവ് അങ്ങനെ പറയരുത്. ഇത്രയും സുന്ദരമായ നാട്, ഇത്രയും പ്രബുദ്ധരായ ജനങ്ങൾ, നമ്മളുടെ സുന്ദരമായ ഭാഷ, നമ്മുടെ സംസ്കാരം, നമ്മുടെ പ്രകൃതി, ഇതൊക്കെ കൈമോശം വന്ന് പോകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? അത് ഭരണ നേതൃത്വമാണെങ്കിൽ അങ്ങനെ, രാഷ്ട്രീയക്കാരെ തിരുത്തണമെങ്കിൽ അങ്ങനെ, മാധ്യമങ്ങളെ തിരുത്തണമെങ്കിൽ അങ്ങനെ, അതിലേക്ക് നമ്മൾ കടക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ നാട് സ്വർഗമായി നമുക്ക് അത് കൈവെള്ളയിൽ സൂക്ഷിക്കേണ്ടതാണ്. ഗോവിന്ദൻ കെ എഴുതുന്നു: ആദ്യം മാറേണ്ടത് രാഷ്ട്രീയ തെമ്മാടിത്തരം ആദ്യം മാറ്റണം. കുട്ടികളെ തെമ്മാടികളും കൊലപാതകളാക്കാനും രാഷ്ട്രീയ പാർട്ടി ഒരു ഉത്തരവാദികളല്ലേ എന്ന് ഗോവിന്ദൻ. രാഷ്ട്രീയ പാർട്ടികളെ മാത്രം നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ അവർ മാത്രമല്ല മാറ്റത്തിന് വിധേയരാകേണ്ടത്. ഇപ്പോൾ നേരത്തെ മാധ്യമങ്ങളെയൊക്കെ വിമർശിച്ചു. മാധ്യമങ്ങളടക്കം നമ്മുടെ സംസ്കാരത്തിൽ വരുന്ന മാറ്റങ്ങൾ, പുതിയ വെല്ലുവിളികൾ, ഇതൊക്കെ അനുസരിച്ച് എല്ലാ മേഖലകളിലും സമഗ്രമായ ഒരു പൊളിച്ചെഴുത്തും പുനരാലോചനയും നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മുടെ മുന്നിലുള്ള ഭാവിയെ ശോഭനമാക്കണമെങ്കിൽ, നമ്മുടെ പുതിയ തലമുറയ്ക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തെളിക്കണമെങ്കിൽ നമുക്ക് ഈ മാറ്റങ്ങൾ അനിവാര്യമായി തീരും. അതിന് മേലുള്ള ഒരു സമ്മർദ്ദ ശക്തിയായി മാറാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം എന്നതാണ്. ആ ശുഭപ്രതീക്ഷയോടുകൂടി നമുക്ക് ഇന്നത്തെ പൊതുജനം കഴുതിയല്ല സാർ എന്ന ഈ പരിപാടി പൂർത്തിയാക്കാം.